ഹരേ ഗുരുവായൂരപ്പ. ഇന്നലെ നമ്മള് കണ്ണന്റെ വായില് പ്രപഞ്ചം, ഉണ്ണിക്കണ്ണൻ മണ്ണ് തിന്നുവെന്ന് കൂട്ടുകാർ യശോദാമ്മയോട് പരാതി പറയുന്ന കഥ കേട്ടു. ഇന്ന് നമുക്ക് ദ്രൗപദിയുടെ അക്ഷയപാത്രത്തെ കുറിച്ചുള്ള ഒരു കഥ കേൾക്കാം. വനവാസകാലത്ത് പാണ്ഡവർ കാട്ടില് കഴിയുകയായിരുന്നു. അവരോടൊപ്പം ദ്രൗപദിയും ഉണ്ടായിരുന്നു. അവരുടെ ജീവിതം വളരെ കഷ്ടപ്പാടുകൾ നിറഞ്ഞതായിരുന്നു. എന്നാൽ ഒരു അതിഥി വന്നാൽ പോലും അവരെ വെറും കൈയോടെ തിരിച്ചയക്കാൻ ദ്രൗപദിക്ക് മനസ്സില്ലായിരുന്നു. സൂര്യദേവന്റെ അനുഗ്രഹത്താൽ ലഭിച്ച അക്ഷയപാത്രമായിരുന്നു അവരുടെ ആശ്രയം. ദ്രൗപദി ഭക്ഷണം കഴിക്കുന്നതുവരെ ആ പാത്രത്തിൽ നിന്ന് ഭക്ഷണം ലഭിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദ്രൗപദി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ദിവസത്തേക്ക് അതിൽ പിന്നെ ഭക്ഷണം ഉണ്ടാവില്ല. ഒരു ദിവസം പാണ്ഡവർ ഭക്ഷണം കഴിച്ചു, ദ്രൗപദിയും ഭക്ഷണം കഴിച്ചു. അക്ഷയപാത്രം കഴുകി വെച്ചു. അപ്പോഴാണ് അപ്രതീക്ഷിതമായി ഒരു വലിയ പ്രശ്നം വന്നത്. ദുർവാസ മഹർഷി അനേകം ശിഷ്യന്മാരോടൊപ്പം പാണ്ഡവരുടെ ആശ്രമത്തിലേക്ക് വരുന്നു. യുധിഷ്ഠിരൻ അവരെ ഭക്തിപൂർവം സ്വീകരിച്ചു. ദുർവാസൻ പറഞ്ഞു, ഞങ്ങളും ശിഷ്യന്മാരും ആദ്യം നദിയിൽ പോയി കുളിച്ചു വരാം, അതിനുശേഷം ഞങ്ങൾക്ക് ഭക്ഷണം ഒരുക്കുക. യുധിഷ്ഠിരൻ സമ്മതിച്ചു. പക്ഷേ ദ്രൗപദിയുടെ ഹൃദയം ഭയത്താൽ നിറഞ്ഞു. അക്ഷയപാത്രത്തിൽ ഇനി ഒരു തുള്ളി ഭക്ഷണം പോലും ഇല്ല. 100 കണക്കിന് മഹർഷിമാർക്ക് എങ്ങനെ ഭക്ഷണം നൽകും? ദ്രൗപദി കണ്ണടച്ചു. അവളുടെ മനസ്സിൽ ഒരേ ഒരു പേര്, കണ്ണാ. അവൾ കൈകൾ കൂപ്പി പ്രാർത്ഥിച്ചു, എന്റെ കണ്ണാ, എനിക്ക് മറ്റാരുമില്ല ആശ്രയം. ഇന്ന് നീയല്ലാതെ എന്നെ രക്ഷിക്കാൻ ആരുമില്ല. എന്റെ മാനവും ഭക്തിയും കാത്തുകൊള്ളണമേ. അവൾ കണ്ണനെ വിളിച്ച നിമിഷം തന്നെ കണ്ണൻ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ദ്രൗപദി, എനിക്ക് വളരെ വിശക്കുന്നു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരൂ. ദ്രൗപദി അത്ഭുതപ്പെട്ടു. കണ്ണാ, ഇപ്പോൾ തമാശ പറയരുതേ, അക്ഷയപാത്രത്തിൽ ഒന്നുമില്ല. ദുർവാസ മഹർഷിയും ശിഷ്യരും വരാനിരിക്കുന്നു. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. കണ്ണൻ പറഞ്ഞു, നീ ആ അക്ഷയപാത്രം കൊണ്ടുവരൂ. ദ്രൗപദി ആ പാത്രം കൊണ്ടുവന്നു. കണ്ണൻ അത് ശ്രദ്ധയോടെ നോക്കി. അതിനുള്ളിൽ ഒരു ചെറിയ ഇലക്കഷ്ണം, അത്രമാത്രം. കണ്ണൻ ആ ഇലയെടുത്തു. ഇതിൽ തന്നെയുണ്ട് എല്ലാം എന്ന് പറഞ്ഞ് അത് കഴിച്ചു. പിന്നെ കണ്ണൻ പറഞ്ഞു, ഇനി എനിക്ക് വിശപ്പില്ല. അത് മാത്രമല്ല, ആ സമയത്ത് നദിയിൽ കുളിച്ചുകൊണ്ടിരുന്ന ദുർവാസ മഹർഷിക്കും ശിഷ്യന്മാർക്കും പെട്ടെന്ന് വയർ നിറഞ്ഞതുപോലെ തോന്നി. അവർ പരസ്പരം പറഞ്ഞു, ഇത്രയും ഭക്ഷണം കഴിച്ചതുപോലെ നമുക്ക് എങ്ങനെ നിറഞ്ഞു? അവർക്ക് ദ്രൗപദിയുടെ ആശ്രമത്തിലേക്ക് പോകാൻ പോലും കഴിയാത്ത വിധം വയർ നിറഞ്ഞു. ദുർവാസ മഹർഷി തന്റെ യോഗ സൃഷ്ടിയാൽ കാര്യം മനസ്സിലാക്കി. ഇത് കൃഷ്ണന്റെ ലീല തന്നെയാണ്. അദ്ദേഹം പാണ്ഡവരെ അനുഗ്രഹിച്ച് അവിടെ നിന്ന് യാത്രയായി. ദ്രൗപദിയുടെ കണ്ണുകളിൽ സന്തോഷത്തിന്റെ കണ്ണുനീർ നിറഞ്ഞു. അവൾ കണ്ണനെ നോക്കി, കണ്ണാ, ഈ ഒരു ചെറിയ ഇല കൊണ്ട് നീ ഇത്രയും വലിയ പ്രശ്നം പരിഹരിച്ചുവല്ലോ. കണ്ണൻ പുഞ്ചിരിച്ചു. ദ്രൗപദി, നീ എന്നെ സ്നേഹത്തോട് വിളിച്ചപ്പോൾ ഞാൻ എങ്ങനെ വരാതിരിക്കും? കണ്ണന് വേണ്ടത് വലിയ വഴിപാടുകളൊന്നുമല്ല, ഭക്തിയുള്ള ഹൃദയമാണ്. ഒരു ചെറിയ ഇല പോലും സ്നേഹത്തോടെ സമർപ്പിച്ചാൽ കണ്ണൻ അത് സ്വീകരിക്കും. ഭഗവത്ഗീതയിൽ കണ്ണൻ പറയുന്നു, പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി. അതായത് ഒരു ഇലയോ പൂവോ ഫലമോ അല്പം വെള്ളമോ ഭക്തിയോടെ എനിക്ക് സമർപ്പിക്കുന്നവന്റെ ആ സമർപ്പണം ഞാൻ സ്വീകരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ വലിയ സമ്പത്തൊന്നും ഇല്ലെങ്കിലും വിഷമിക്കണ്ട. കണ്ണനോട് സ്നേഹത്തോടെ ഒരു നാമം വിളിച്ചാൽ മതി, കൃഷ്ണ എന്ന് ഹൃദയത്തിൽ നിന്ന് വിളിച്ചാൽ മതി. കാരണം ഭക്തൻ കണ്ണനെ വിളിക്കുന്നതിനേക്കാൾ വേഗത്തിൽ കണ്ണൻ ഭക്തന്റെ അടുത്തേക്ക് ഓടിയെത്തും. ഇന്ന് നമുക്ക് കണ്ണനോട് പറയാം, കണ്ണാ, എന്റെ കയ്യിൽ വലിയ വഴിപാടുകൾ ഒന്നുമില്ല, എന്റെ ഹൃദയം മാത്രം നിന്റെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു, നീ അത് സ്വീകരിക്കണമേ. ശ്രീകൃഷ്ണ ഗുരുവായൂരപ്പ. ഹരേ നാരായണ. ഭക്തവത്സല, കാരുണ്യമൂർത്തേ, എല്ലാരെയും രക്ഷിക്കണേ.